എയർപോർട്ടിൽ ചെക്കിംഗ് നടക്കുമ്പോൾ കസ്റ്റംസ് ഇൻസ്പെക്ടർ മാലയ്ക്ക് ഒരു രഹസ്യ വിവരം കിട്ടുന്നു. ഉടൻ തന്നെ കോഹിനൂർ എയർലൈൻസ് വിമാനം പുറപ്പെടാതിരിക്കാൻ ക്യാപ്റ്റനെ തടഞ്ഞ് ഡോഗ് സ്ക്വാഡുമായി വിമാനം കയറുന്നു. പരിശോധനയിൽ 3 എയർ ഹോസ്റ്റസുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഗീത, ജാസ്മിൻ, ദിവ്യ സ്വർണം കടത്തിയെന്ന സംശയത്താൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. ചോദ്യം ചെയ്യുമ്പോൾ അവർ അവരുടെ ജീവിതം പറയുന്നു. ദിവ്യയ്ക്ക് പൈലറ്റ് ആകണമെന്ന സ്വപ്നം, പക്ഷെ പണമില്ലാത്തതുകൊണ്ട് എയർ ഹോസ്റ്റസ് ആയി. ഗീത ഒരിക്കൽ പണക്കാരിയായിരുന്നു. ഭർത്താവിന്റെ ബിസിനസ് തകർന്നതോടെ ജീവിതം പാപ്പരായി ജോലി ചെയ്യേണ്ടി വന്നു. ജാസ്മിൻ ദാരിദ്ര്യത്താൽ വളർന്നവൾ. പണം തന്നെയാണ് എല്ലാം എന്ന വിശ്വാസത്തോടെ ക്യാബിൻ ക്രൂ ജോലിയിലെത്തി. 6 മാസമായി അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെയിരിക്കെ ഫ്ലൈറ്റിന്റെ സീനിയർ അറ്റൻഡർ അറ്റാക്ക് വന്ന് മരിക്കുന്നു. CPR കൊടുക്കുന്നതിനിടെ അവന്റെ ജാക്കറ്റിനകത്ത് സ്വർണം ഒളിപ്പിച്ചിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സ്വർണം ഇന്ത്യയിലേക്കല്ല, അൽ ബുർജിലേക്കാണെന്ന് അവർ കണ്ടെത്തുന്നു. കള്ളക്കടത്തുകാർ ആരാണ് കണ്ടെത്തിയവർ, നമ്മളെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഡീൽ ഉറപ്പിക്കുന്നു. സ്വർണം ചോക്ലേറ്റ് മിഠായി പോലെ പൊതിഞ്ഞ് കടത്തുന്നു. ആദ്യ ട്രിപ്പ് വിജയിക്കുന്നു. പണം വരുന്നു. ജീവിതമാകെ മാറുന്നു. പക്ഷെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ ഷോ ഓഫ് മാലയുടെ സംശയം വർദ്ധിപ്പിക്കുന്നു. 3 പേരും പിടിയിലാകുന്നു. എന്നാൽ മുൻകൂട്ടി സ്വർണം വിമാനത്തിനകത്ത് ഒളിപ്പിക്കുന്നതിനാൽ തെളിവില്ലാതെ രക്ഷപ്പെടുന്നു. പാർട്ട് 2-നായി സബ്സ്ക്രൈബ് ചെയ്ത് 2 അമർത്തുക.